ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി കാഴ്ചകളുമായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എന്തു പറയാനാണ്, ഉഷർക്കോട്, തിരുവനന്തപുരം ജില്ലയിലെ ഉഷർക്കോട് എന്ന സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ. എനിക്ക് പോകേണ്ടത് പാളയത്തുമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് റോഡ് കിടക്കുന്നുണ്ട്, അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആൻറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത വീട്ടിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇന്ന് 2 ദിവസമായി ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇന്നാണ് ഇവിടെ വരാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ വിശേഷം, അവിടെ എന്ത് സാഹചര്യം എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം എൻ്റെ കൂടെ വന്നോളണം കേട്ടോ. ചേട്ടാ, ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്ന് നമ്പർ കൊടുത്തിട്ട് പോയത്. അമ്മ അറിയോ? അമ്മേ എന്നെ അറിയോ? അപ്പം ഇതാണ് അമ്മ കേട്ടോ. എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങി? ഇപ്പം ഇങ്ങനായിട്ട് 2 വർഷം. 2 വർഷമായി അമ്മ കിടക്കാൻ. നേരത്തെ നമ്മളെ വീട്ടിലായിരുന്നു. എവിടെ? അങ്ങ് നെടുമങ്ങാടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഒരു 1.5 സെന്റ് ഉള്ളൂ, വീട് മാത്രമേ ഉള്ളൂ. അപ്പോഴേ അമ്മ ഒരു വേസ്റ്റ് ഒന്നും ഇടാനുള്ള സൗകര്യങ്ങൾ ഇല്ല അല്ലേ. പിന്നെ അവരാരും പറ്റില്ല. പിന്നെ അവര് അമ്മയല്ലല്ലോ, എന്റെ അമ്മയല്ലേ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ആ ഒരു പിണക്കത്തെ അരിതയാണ് ഇങ്ങനെ ഇപ്പൊ ഒറ്റപ്പെട്ട് അമ്മ കിടക്കേണ്ട ഒരു അവസ്ഥ അല്ലേ. ചേട്ടാ സാഹചര്യങ്ങൾ പറഞ്ഞു. ഞാനും കഴിഞ്ഞ പ്രാവശ്യം ചേട്ടാ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഒരിക്കലും കളയാൻ പറ്റില്ല. കണ്ടോ, ഇതാണ് നമ്മള് കഴിയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇമോഷനായി പെട്ടെന്ന് കരച്ചിൽ പറഞ്ഞ ടൈപ്പാണ്. നമ്മൾ വിചാരിക്കും പോലെ അല്ല ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലേ. യാദൃശ്യമായിട്ട് ഞാൻ കണ്ടുമുട്ടിയത് അതെ 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 കിടപ്പാണ്. കിടപ്പാണെങ്കിലും നമ്മൾ നോക്കണം അതിന്റെ രീതിയിലാണ്. അതെ 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 ആര് വന്ന് കണ്ടാലും ഒന്നും പറയരുത്. എല്ലാം എടുത്ത് കളയണം. ഇതെല്ലാം 2 ജോഡിയാ. അതെ, ഇത് നാളെ രാവിലെ പരമ്പ് എല്ലാം കഴി വീണ്ടും ഒന്നേ. അപ്പൊ ഒരു മോനാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്, മനസ്സിലാക്കണം. പിന്നെ എന്ത് പറയാനാണ്, ഡൈപ്പർ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഇത് 10 ദിവസത്തേക്ക് തികയും അല്ലേ. അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണോണ്ടാണ്. 2 ദിവസം 2 എണ്ണം പോണം. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല. ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം എനിക്ക് ഇതിനുള്ള ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല ഇതിനെ കുറിച്ച് എന്താണ് റീസൺ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അമ്മയെ പുറത്തു നിന്ന് കണ്ട കാഴ്ച എന്താണ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ മോനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജീവിത സാഹചര്യങ്ങൾ മോൻ തന്നെയാണ് പറയുന്നത്. എന്ത് പറയാനാണ്, കൂപ്പ് കൈകളോടെ പറയാനേ പറ്റുള്ളൂ. എനിക്ക് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായം പറ്റും. 5-10 നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒരു ദിവസത്തെ പണിയുടെ പകുതി പൈസ ആയാലും മാറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും. ഇവിടെയൊക്കെ ചോർച്ച എന്നാ പറയുന്നത് കണ്ടോ. ഈ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് മോളിൽ നിന്ന് തുള്ളിയായിട്ട് വെള്ളം വീഴും. അതെയോ, വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ പ്ലാസ്റ്റിക് വാങ്ങിച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കും. ഒരുപാട് പഴക്കമുണ്ടോ ചേട്ടാ ഈ വീട്? പണ്ട് 35 രൂപ വീടാണ്. 30,000 രൂപ തന്നിട്ടുള്ളൂ. 30,000 രൂപയ്ക്കുള്ള പിന്നീട് കടവലം മറിച്ച് ഇതിനെ മറിച്ചെടുത്തത്. പണ്ട് അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ്. പണ്ട് സർക്കാരിൽ നിന്ന് 30,000-35,000 ഒരു ലോണാണ്. 30 കൊടുക്കുള്ളൂ. ആ ലോണിൽ ചെയ്ത വീടാണ്. അപ്പൊ ഇപ്പൊ ചോർച്ചയുണ്ട്. മഴ നല്ല അടമഴയത്തൊക്കെ നല്ല നനയും കേട്ടോ. അങ്ങനെ ഈ ചേട്ടാ ഇപ്പൊ ഒരു ഷീറ്റ് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കണ്ടോ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്ത് പറയണോന്ന് സത്യം പറഞ്ഞ ഒരാള് തന്ന ജനലാണ്. അവിടെ ജനലില്ലായിരുന്നു. അവിടെ ജനലില്ല. ജനല് തന്നപ്പോൾ ഞാൻ അത് ഫിറ്റ് ചെയ്തെത്താം. നേരത്തെ അതേപോലെ പൊളിഞ്ഞു പോയി. ഓ അങ്ങനെ ഇത് ഗ്രില്ലടിച്ചു വെച്ചിരുന്നല്ലേ. അത് ബാലയാണ് കുരങ്ങന്മാര് കയറാതിരിക്കാൻ വേണ്ടി. ഓ അങ്ങനെ അടുത്ത് വെച്ചേക്കണേ. കുരങ്ങ ശല്യം ഒരുപാട്, ഭയങ്കര ശല്യം.
അപ്പൊ ഇവിടെ അപ്പൊ അടപ്പാനം കൊണ്ട് അവർക്ക് കാണുകയും ചെയ്യാം, ആൾക്കാർ പോണതും കാണാം. എപ്പുറത്താണ് കിടത്തിയിരുന്നത്, അപ്പൊ അവിടെ ഒരു ജയിൽ മുറി പോലെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞപ്പോഴ് കണ്ടപ്പോൾ പറഞ്ഞു ഒരു ജനല് തരാന്ന് പറഞ്ഞു, അങ്ങനെ കൊണ്ടുവച്ച് ഫിറ്റ് ചെയ്തതാണ്. വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് പിന്നെ 1500 രൂപ കിട്ടും, 1600 ആ പെൻഷൻ മാത്രം, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ചേട്ടനോ അമ്മ കാണും. ചേട്ടൻ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരു 1.5 സെന്റ് ഭൂമിയിൽ അവരെ വീട് ഇരിക്കുന്നത്, ബാക്കിയുള്ള കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞു നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ അവരെയും നോക്കണം, ഇവിടെയും നോക്കണം, എല്ലാം അവിടെ എപ്പോഴും. അതെ. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളതും ഡൈപ്പർ വാങ്ങാനുള്ള എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത്, എന്റെ ഫ്രണ്ട്സായ നിങ്ങൾ എന്തെങ്കിലും ഉള്ള ഒരു കുഞ്ഞു തുക ഞാൻ എന്തായാലും എന്തായിക്കോട്ടെ ഞാൻ കരുതി വെച്ചിരുന്നു നാളത്തേക്കുള്ള. ഇനി ചേട്ടൻ എപ്പോഴും പോകും? ഞാൻ ഇപ്പം പോയിട്ട് അമ്മ എടുത്ത് കഴിക്കുമോ? ഇതിലേ കൂടെ എടുത്താൽ കഴിക്കും. അപ്പൊ വെള്ളം തേയിലുള്ള എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നാളെ രാവിലത്തേക്ക് ഉള്ളതാണ്. നാളെ രാവിലത്തേക്കുള്ള ഭക്ഷണമാണ് അമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കുന്നതുണ്ടോ? നാളെ രാവിലത്തേക്കുള്ള ഫുഡാണ് ഉണ്ടോ. ഇതിങ്ങനെ ഇതാവുമ്പോ ഒന്നും ചെയ്യത്തില്ല നാളത്തേക്ക്, അങ്ങനെ ചേട്ടൻ കരുതി വെച്ചേക്കുന്നത്. ദോശയോ അതൊക്കെ ആണെങ്കിൽ അല്ലേ ചീത്തയായി പോകും. വെള്ളം വരെ എല്ലാം ഞാൻ താമസിച്ചു പോയാലും ഇത് പിടിച്ചു നിൽക്കും. ചേട്ടാ അമ്മയ്ക്ക് ഓൾറെഡി പിന്നെ വൈകലാണോ അതോ കാല് വയ്യാണ്ട് തളർന്നു പോയത്? അല്ലല്ല, നടക്കുകയും ചെയ്യുമായിരുന്നു, എല്ലാം പോകുമായിരുന്നു. കക്കൂസിലെല്ലാം അമ്മ ഒരു 2 വർഷത്തേക്ക് മുമ്പേ ഒറ്റയ്ക്ക് കൊച്ചു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു മീമക്കറ്റിൽ വെള്ളം കോരി വയ്ക്കും, അതിൽ നിന്ന് കോരി എടുത്തോണ്ട് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കും. അവരെ ബാത്റൂമിൽ അവർ ഒറ്റയ്ക്ക് തന്നെ പോകണത്. പിന്നെ കുളിപ്പിക്കാൻ മാത്രം നമ്മള് സഹായിക്കും. ഇപ്പൊ പിന്നെ ഒത്തുപേ ആയിപ്പോയി. ഇപ്പൊ ഞാൻ തുണി വെച്ച് വെള്ളം വെച്ച് തുടച്ച് ഇവിടെ വെച്ച് തന്നെ കുളിപ്പിച്ച് തുടച്ച് പറക്കിയെടുക്കും. അല്ല ഒന്നും ചേട്ടനോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സാഹചര്യങ്ങൾ ഇതാണ്, എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് അമ്മയെ അറിയോ? അമ്മ എന്നെ ആദ്യം ഒരിക്കൽ മുമ്പ് കണ്ടതാ ജനല് വഴി, ഓർമ്മയുണ്ടോ? ഞാൻ അമ്പൂരിയാന്ന്, തിരുവനന്തപുരം അമ്പൂരി, നിങ്ങളുടെ ജില്ല തന്നെ അമ്പൂരി, അറിയാവോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ 2 കൂട്ടുകാരികൾ ഇവിടെ വന്നിരുന്നത് കേട്ടോ, അവരെ കറക്റ്റ് പേര് പറഞ്ഞു. ഓർമ്മയൊക്കെ ഉണ്ട്. അറിയോ? അമ്പൂരി കേട്ടിട്ടുണ്ടോ? അമ്പൂരി കേട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് അറിയില്ല, സ്ഥലം അറിയില്ല, അങ്ങനെ കാര്യങ്ങൾ. അതെ. ചൂടാണെങ്കിൽ കൊതു വരാൻ വേണ്ടി ഫാൻ എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു സ്വിച്ച് ഇട്ടാ മതി. അപ്പൊ ഒന്നിനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കൊതു ഒന്ന് ശല്യം ചെയ്യുകയാണെങ്കിൽ അത് ഇടാൻ വേണ്ടിയാണ്. കട്ടിലിന്റെ ആ ഭാഗത്ത് തന്നെയാണ് സ്വിച്ച് ബോർഡ് കെട്ടി വെച്ചേക്കുന്നത്. ഇടാൻ കണക്കായി എല്ലാ സജ്ജീകരണങ്ങളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത അമ്മയ്ക്ക് ഒരു റൂം മാത്രമെങ്കിലും ഒന്ന് പൂശിയെടുക്കാം. സാധാരണ ചേട്ടനും ജോലി സാധാരണ തടിപ്പണിയാണ് കേട്ടോ, കൂലിപ്പണിയാണ്. ഇന്നിപ്പോ ഒരു പയ്യൻ വിളിച്ചോണ്ടിരിക്കുകയാണ്, അവിടെ പോയി അവൻ എന്തെങ്കിലും തരും. അപ്പോൾ പിന്നെ രാവിലെ എനിക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവന്റെ കൂടെ അങ്ങ് പോകും. ചേട്ടന് വയ്യായികയുള്ള ചേട്ടനാണ്, അപ്പൊ സ്ഥിരം അങ്ങനെ പോയി ജോലി ചെയ്യാനുള്ളതും ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് വയ്യായികയുള്ള ആളാണ്. കാര്യങ്ങള് അതെ. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ, നമ്മുടെ ജീവിതമൊക്കെ അങ്ങനെയാ ചേട്ടാ. എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഇതൊക്കെ തന്നെയാണ്. അതെ. ഇതിനകം മാത്രം ചെയ്താൽ അമ്മയ്ക്ക് പിന്നെ വല്ല ഫുഡ് കഴിക്കാനും കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനും എല്ലാത്തിനും പൈസ നമുക്ക് അല്ലേ, എല്ലാം പൈസ വേണം. അപ്പം എന്തെങ്കിലും എൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം കേട്ടോ. അങ്കിളെ, എന്റെ ദൈവമേ, കാണാണ്ട സുഖം തന്നെ. പിന്നെ അന്ന് പോയതിനു ശേഷം ഇന്നാണ് ഞാൻ വന്നതല്ലേ. ആന്റി എവിടെ? ഉണ്ട്. അപ്പൊ നമ്മളെ അടുത്ത വീട്ടിലെ അങ്കിളാണ് കേട്ടോ, അയൽവക്കത്തുള്ള അങ്കിളാണ്. കഴിഞ്ഞ വീഡിയോയില് എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങള്. ഇവിടെ ലൈറ്റ് ഇല്ലേ ചേട്ടാ? ബൾബില്ല അല്ലേ? അപ്പൊ പിന്നെ ഞാൻ എല്ലാ വിശേഷങ്ങളും ഒരു ഇമോഷണലായിട്ട് പറഞ്ഞു തീർത്തല്ലേ. അമ്മയെ കാണാനുള്ള വെമ്പൽ കൊണ്ടാ വീടിനകത്തോട്ട് ഞാൻ ആദ്യം ഓടിപ്പോയത്. അപ്പൊ ചേട്ടന്റെ പേര് എനിക്കറിയില്ല. എന്തായാലും ചേട്ടാ പേരെന്തുവാ ചേട്ടാ? രാജേന്ദ്രൻ. രാമു ചേട്ടൻ എന്ന് പറയാം വീട്ടിൽ വിളി. അപ്പൊ ഇവിടെ ആരോടും ഞാൻ വന്ന് അന്വേഷിച്ചപ്പോ രാമു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. രാജേന്ദ്രൻ എന്നാണ് യഥാർത്ഥ പേര്. അപ്പൊ ഇതേ കണ്ടോ, നമ്മുടെ ഈ വീട് പൂർത്തീകരിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ്. പിന്നെ വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ.
ഒരു എന്ത് പറയാനാണ് വയറ് വലിച്ച് ഇതെടുത്താണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഷോക്ക് അടിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ മഴ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഉള്ളതാണ്. കണ്ടല്ലോ വീടിന്റെ കോലം കണ്ടല്ലോ, ഈ ഇതാ കണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പം ഇങ്ങനെയാണ് അവസ്ഥകൾ. നമ്മൾ ഇനി അകത്തോട്ട് ഞാൻ ഉള്ളിലോട്ട് പോയൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ഇതൊക്കെ തന്നെയാണ് സാഹചര്യങ്ങൾ. എന്തായാലും ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ പിൻ ചെയ്ത് ഇട്ടേക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. ചേട്ടാ, ചേട്ടൻ ഇനി എന്താണ് എൻ്റെ ഫ്രണ്ട്സായ പ്രേക്ഷകരോട് എന്താണ് ഇനി ചേട്ടന് പറയാനുള്ളത്? പറഞ്ഞോളൂ ചേട്ടാ, ചേട്ടന്റെ വിഷമം എന്തുണ്ടെങ്കിൽ മനുഷ്യരാണ് ചേട്ടാ നമ്മളെല്ലാം. ആന്റി വന്നോളൂ, ഇവിടെ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു ആന്റി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു സഹായം, അത് മാത്രം. അല്ലാതെ നമുക്ക് തോന അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഒരു റൂം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം എന്നാണ് ചേട്ടന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. മോളില് എന്ന് പറഞ്ഞാൽ വെള്ളം ചോരണം, അത് ആ ഒന്ന് പ്ലാഷ് ചെയ്യണം. പ്ലാഷ് ചെയ്താലേ ഇത് നമ്മൾ അകം പൂശിയാലും നിൽക്കുള്ളൂ. അപ്പൊ അവിടെ ഒരു പൈപ്പ് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്ത് കണക്ക് ഇനി ചെയ്യുമ്പോൾ ആ വെള്ളം ഇനി പോകും. പ്ലാഷ് ചെയ്യാത്തോണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കംപ്ലീറ്റും ചോർച്ച. അതെ അതെ, കംപ്ലീറ്റും ചോർച്ചയാണ്. ഇവിടെ അമ്മ കിടക്കുന്നിടത്ത് പിന്നെ അമ്മ അവിടെ കിടക്കുന്നോണ്ടാണ് ഞാൻ ആ പ്ലാസ്റ്റിക് എടുത്ത് വെച്ച് അങ്ങനെ ചെയ്ത്. അപ്പോൾ ഈ വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീണത് നേരെ തറയിലങ്ങ് പോകും. ചരിച്ചു വെച്ചേക്കണം. അതിനാണ്. ചേട്ടന് എത്ര മക്കള്? എനിക്ക് 3 പേര്. 3 പേരല്ലേ? കുഞ്ഞു ഫാമിലിയാണ്. അറിയാലോ കൂലിപ്പണിക്കാരുടെ അവസ്ഥകൾ അറിയാലോ. 5 ദിവസം മഴയാണെങ്കിൽ പണിയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ. ആ അവസ്ഥയിലാണ് അമ്മയും കൂടെ ഇനി കൊണ്ടുപോകും. അവിടെ അമ്മക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിർത്തിക്കാം. ആകെ 1.5 സെന്റേ ഉള്ളൂ. അത് നിറയെ വീടും കിണറും ആയിട്ടാണ്. റോഡ് സൈഡാണ്. നിങ്ങൾ അങ്ങോട്ട് പോണ ഭാഗം തന്നെ കൊറ്റാമലയെന്ന് പറയും. ഒരു കാണിക്കപ്പെട്ടി ഇരിപ്പുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്റെ വീട്. അപ്പൊ ആ റോഡ് സൈഡാണ്. റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റ് ഈ ചന്തി അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചത്. അപ്പൊ ഇവിടെ തന്നെ എനിക്ക് നിൽക്കാനും പറ്റൂല. എന്തെങ്കിലും ആരെങ്കിലും എല്ലാം വിളിക്കാം. ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിളിക്കുന്നത്. അപ്പോഴും ഞാൻ പോകും. അത് ചേച്ചിക്ക് അറിയാം. ഓടിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം. അപ്പം നമ്മുടെ ഈ ആൻറ്റിയെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ട് കാണും. നമ്മുടെ ഈ നാട്ടുകാരിയാണ് ആൻറ്റി. അറിയാവോ, എന്ത് പറയാനാണ്, അമ്മയുടെ ഉറ്റ കൂട്ടുകാരിയും കൂടെയാണ് കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ അമ്മയ്ക്ക് നന്നായിട്ട് നമ്മളെ അറിയില്ലെങ്കിലും വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും. അവരെ കൊണ്ട് കഴിയുന്ന രാവിലെ എല്ലാരും ഇവിടെ ഉള്ള എല്ലാരും പാവങ്ങളാണ്, പറയാണ്ടിരിക്കാൻ വേണ്ട. അന്ന് പഞ്ചസാര കണ്ടോ പഞ്ചാരയുള്ള കാര്യം പറയല്ലോ. പഞ്ചാരയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പോയി. നമുക്ക് ഈ പെൻഷൻ കിട്ടണ പൈസ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അമ്മ പറഞ്ഞതിൽ ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. ഒരിക്കൽ റേഷൻ കടയിൽ പോയപ്പോഴ് അമ്മയ്ക്ക് നാളെ എന്തോ അമ്മ അത് പറഞ്ഞേ, റേഷൻ കടയിൽ പോയപ്പം മാസം അവസാനമായിരുന്നു. അപ്പൊ അന്ന് എന്റെ പിന്നെ ഭർത്താവ് പണിയുണ്ടായിരുന്നു. അങ്ങനെ പോയിരുന്നു. അങ്ങനെ പോയിട്ട് എന്റെ പറഞ്ഞ് കടയിലവിടെ. അപ്പൊ എന്റെ വിരൽ പതിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാം അമ്മയുടെ കാര്യം ചുരുക്കി പറയാം. അമ്മ അന്നത്തെ കഞ്ഞിക്കുള്ള അരി ചോദിച്ചപ്പം കിട്ടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ദുഃഖം തോന്നി, സത്യം പറയാമെങ്കിൽ വളരെ ദുഃഖം തോന്നി. അന്ന് പിന്നെ ഞാൻ വ്യാങ്കാള എന്ന് പറയുന്ന കടയിൽ അപ്പോഴും കണ്ട വന്നു. ഒരു 3-3:30 മണിയായപ്പോ വന്നു. അപ്പൊ ഇവിടെ ഇരുന്ന മിഷി അങ്ങ് പൂവത്ത് കൊണ്ടുപോയി. അപ്പൊ പിന്നെ ഈ ഞങ്ങൾ രണ്ടുപേരും എന്നെ പള്ളും പറഞ്ഞോണ്ട് പറക്കെ നടന്നു വന്നു. ഇത്രയും സമയമായില്ല പറയാല്ല. എന്നെ വഴക്കം പറഞ്ഞോണ്ട് വന്നു. പിന്നെ ഒരു കൊച്ചു കൂടെ ഉള്ള ഒരു കൊച്ചു പകുതി വരെ കൊണ്ടാക്കി അത് നെടുമങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന് അവിടെ ചെന്ന് വ്യാങ്കാള കടയിൽ ചെന്ന് ഞങ്ങൾ അരി വാങ്ങിച്ചു. അന്ന് അരി വാങ്ങിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കഞ്ഞി വെച്ചു. ഇല്ല അമ്മ പറഞ്ഞേ, ഈ കടയിൽ ഞങ്ങൾ അമ്മ പറഞ്ഞേ എന്റെ റേഷൻ അരി നാളെ കുറവ് ചെയ്ത് തന്നാ മതി. ഇന്നത്തെ കഞ്ഞിക്കുള്ള 1 കിലോ അരി 1/2 കിലോ അരി ആയാലും തരണോന്ന് ചോദിച്ചപ്പോ കൊടുത്തില്ല. അതെനിക്ക് വളരെ ദുഃഖം, സത്യം വളരെ ദുഃഖം അങ്ങനെ തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ നിയമമില്ല, ഓക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാൽ അന്നത്തെ അരിക്ക് കഞ്ഞിക്കുള്ള 1/2 കിലോ അരി കൊടുക്കാറുണ്ടല്ലേ അല്ലേ? മതി അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമായി ഒരു കാര്യം, വിഷമായി. അപ്പൊ പിന്നെ ഞാൻ ഈ കുഞ്ഞു ഫാമിലിയോട് വിട പറയുകയാണ്. അതിനു മുമ്പ് ഇത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളതാണ് കേട്ടോ ഈ വീടൊക്കെ, ഈ പരിസരമൊക്കെ. അപ്പോൾ എന്ത് പറയാനാണ്, അപ്പം എൻ്റെ ഫ്രണ്ട്സായ നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങളോ നിങ്ങളാൽ കഴിയുന്നത് കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനും കുടുംബത്തിനും കൊടുക്കുക. ഈ അമ്മയ്ക്ക് വേണ്ടുന്ന സഹായം കേട്ടോ. ഈ വീടിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ വേറെ എന്ത് പറയാനാണ്. അപ്പോൾ
പോവുകയാണ് കേട്ടോ. വിഷമത്തോടു കൂടെ തന്നെ നമുക്കും ഒരുപാടങ്ങ് എന്ത് പറയാനാണ് കൊടുത്ത് സഹായിക്കാനുള്ളതൊന്നുമില്ല. എങ്കിലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീടിനോട് വിട പറഞ്ഞു പോവുകയാണ്. അപ്പം പിന്നെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.